കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കേൾക്കാം, കഴി- കാണാം. കഴിഞ്ഞ പ്രാവശ്യം അവസാനമായപ്പോഴേക്കും മൈക്ക് കേൾക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ, ഇല്ല, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് സൂം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇറാൻസ് റെവല്യൂഷണറി ഗാർഡ്സ് റിവെഞ്ച് ആഫ്റ്റർ ഇസ്രായേൽ കിൽസ് ഹിസ്ബുള്ള ആർമി ചീഫ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ളേൻ്റെ മെയിൻ നേതാവിനെ നമ്മുടെ ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ അവിടെ കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇപ്പം ഈ ഇറാൻസ് റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന IRGC എന്ന് പറയുന്ന സംഘടനയാണ്. ഇതിന് പല രാജ്യങ്ങളിലും, പല വെസ്റ്റേൺ രാജ്യങ്ങളിലും ടെററിസ്റ്റിക് ഓർഗനൈസേഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് IRGCൻ്റെ. നമ്മളെ കൊമൈനിൻ്റെ കീഴിൽ വരുന്ന അവിടുത്തെ സംഘടനയാണ്, അവിടുത്തെ ആർമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനം ലെബനോണിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ സാധനം കാലങ്ങളായിട്ട് ഇറാന്റെ പ്രോക്സിയായിട്ട് ലെബനോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷിയ മിലിഷ്യ പോലത്തെ ഒരു സാധനമാണ്. ഷിയാക്കളുടെ ഒരു മിലിഷ്യ ഗ്രൂപ്പാണ്. IRGCയുടെ ഒരു പ്രോക്സിയാണ് ഇത്. യമനിൽ ഇവരുടെ ഹൂത്തി എന്ന് പറഞ്ഞ മിലിഷ്യയാണുള്ളത്. ലെബനോണിൽ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാലങ്ങളായിട്ട് ഇസ്രായേലും ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളയായിട്ടും ഹൂത്തികളായിട്ടും ഒക്കെ യുദ്ധം ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയത്തെ ആൾക്കാരായിട്ടും സിറിയയിലുള്ള ബഷാർ അൽ അസാദായിട്ടും നടന്നുകൊണ്ടിരുന്നിരുന്നു. ബഷാർ അൽ അസാദിന്റെ ആയിട്ടുള്ള യുദ്ധം, ബഷാർ അൽ അസാദ് വീണതിന് ശേഷം ഇപ്പോൾ അവിടെ മറ്റേ വഹാബി ഭരണകൂടമായിട്ടുള്ള ജോലാനിയുടെ ഭരണകൂടമായിട്ടും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്. വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. ഹിസ്ബുള്ളന്റെ നേതാവിനെ വകവരുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത. ഇറാന് പകരം വീട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒച്ചപ്പാടും കൊള്ളൊക്കെ ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഇറാൻ അവിടെ കിടന്ന് ഒച്ചപ്പാടും വളക്കം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിത്ത് വെപ്പൺസ് ഡിപ്ലീറ്റഡ് ഹെസ്ബുള്ള ഹെസിറ്റേറ്റ്സ് ടു റിറ്റാലിയേറ്റ് വൈൽ ഇസ്രായേൽ വാണ്ട്സ് ഓഫ് എസ്കലേഷൻ. ഇറാൻ അവിടെ കിടന്ന് ഒച്ചപ്പാടും വളക്കം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള പറയുന്നത് ഹിസ്ബുള്ളക്ക് മടിയാണ് ഇനി പകരം വീട്ടാൻ. കാരണം ഹിസ്ബുള്ളന്റെ ഏകദേശം ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ അങ്ങനത്തെ ഒരു മടീന്റെ അവസ്ഥയിലാണ് ഹിസ്ബുള്ള ഇരിക്കുന്നത്. ഭൂമിയല്ല നാഥ എന്ന് പറഞ്ഞിട്ടാണ് ഹിസ്ബുള്ള ഇരിക്കുന്നത്. ആ സമയത്ത് ഇറാനാണ് പകരം വീട്ടെന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലാണ്. ഹിസ്ബുള്ളന്റെ എല്ലാ സൈറ്റുകളെയും നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളന്റെ എല്ലാ ആയുധ ശേഖരങ്ങളെയും നശിപ്പിച്ച് കളഞ്ഞത് കൊണ്ടാണ് ഹിസ്ബുള്ളക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തത് എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്. നമ്മുടെ ഈ ഹമാസ് വരുന്ന ഗാസയില്, ഹമാസ് ഭരണകൂടത്തിൽ നിൽക്കുന്ന ഗാസയില് അവിടെ ഹമാസിനെതിരായിട്ട് നിൽക്കുന്ന കുറെ വഹാബി സാധനങ്ങളുണ്ട്, വഹാബി സംഘടനകളുണ്ട്. അതിലൊന്നാണ് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്നത്. ഇവരുടെ വേറെ ഗ്രൂപ്പുകൾ വെസ്റ്റ് ബാങ്കിലും ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് അവിടുത്തെ ഭരണകൂടം പിടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പേര് പോലെ തന്നെ ജിഹാദിത്തരം തന്നെയാണ് പരിപാടി. അപ്പൊ ഇവര് ഇപ്പോ പരിപാടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയയില് അവിടുത്തെ വഹാബി ഭരണകൂടമായിട്ട് ഒത്തുചേർന്നിട്ട് അവിടുത്തെ പ്രസൻസ് ശക്തമാക്കുക. എന്നിട്ട് അവിടുത്തെ മൈനോറിറ്റീസിനെ, അതായത് ഡ്രൂസുകള്, ക്രിസ്ത്യാനികള്, അലവൈറ്റ്സിനെ ഒക്കെ കൊന്നെടുക്കലാണ് നമ്മുടെ ജോലാലിന്റെ ഭരണകൂടമായിട്ട് കൂടിച്ചേർന്ന് ഇപ്പൊ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ആ സാധനം അവരുടെ ആ ഒരു പവർ അത് ഗാസയിൽ നിന്ന് പിന്നിട്ടുകൊണ്ട് സിറിയയിലോട്ടും കൂടി അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സിറിയയിലെ ഭരണകൂടം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹമാസിനെ ഇറാന് പിന്തുണയ്ക്കുമ്പോൾ, ഖത്തറും പിന്തുണയ്ക്കുമ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു സിസ്റ്റർ പ്രോക്സിയാണ് നമ്മുടെ ഹമാസ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് ജിഹാദിനെ സിറിയയിലെ ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്തു കൂടി ഈ സിറിയയിലെ ഒരു ഭാഗത്തു കൂടി ജോലാനി അമേരിക്കയിൽ പോയിട്ട് അവിടെ ഇതുണ്ടാക്കി പണ്ടത്തെ ജോലാനി അല്ല ഇപ്പത്തെ ജോലാനി എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും നമ്മുടെ ജോലാനിന്റെ ഭരണകൂടം അവിടെ അലവൈറ്റ്സിന്, അതായത് അവിടുത്തെ ഷിയാക്കളെയും ഡ്രൂസുകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഗൺഫയർ യൂസ്ഡ് ടു ഡിസ്പേഴ്സ് പ്രൊട്ടസ്റ്റ് ഇൻ സിറിയസ് അലവൈറ്റ് ഹാർട്ട്ലൈൻസ്. അതായത് അലവൈറ്റുകളെ കൊന്നൊടുക്കുന്നത്
ഷിയാക്കളെ കൊന്നൊടുക്കുന്നതിനെതിരെ അവിടെ സമരത്തിൽ ഏർപ്പെടുന്നു. ആ സമരത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് തോക്കുധാരികളായിട്ടുള്ള ആൾക്കാരെയാണ് വിടുന്നത്. തോക്ക് കൊണ്ട് വെടിവെച്ചിട്ടും ഒക്കെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കൂടി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അടുത്ത വാർത്ത. ഇനിയിപ്പോ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഖത്തർ, അയർലൻഡ് accuse Israel of using chemical weapons on Palestinians, demand watchdog probe use. അപ്പോൾ ഇതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത്. ഈ വാർത്തേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ ആൻഡ് അയർലൻഡ്. ആരാണ് അയർലൻഡ്? ഈ അയർലൻഡിലാണ് ഇപ്പം അടുത്ത് ഒരു തീവ്ര ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു ഭരണകൂടം ഭരണത്തിൽ കയറിയിട്ടുള്ളത്. ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് കയറിയിട്ടുള്ളത്. അപ്പം ഈ പുള്ളിക്കാരി തീവ്ര ഇടതുപക്ഷമാണ്. അപ്പൊ ഈ ഇടതുപക്ഷം പൊതുവെ നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ലോകത്തിലുള്ള ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യയിലും ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അൺഹോളി അലയൻസ്, അതിന്റെ ഭാഗത്തിന്റെ വേറൊരു തെളിവാണിത്. ഖത്തറും അയർലൻഡും നമ്മുടെ മറ്റേ ലഡുവിന് മത്തിക്കറി പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത്. ഖത്തറും അയർലൻഡും ആണ് പറയുന്നത് ഇസ്രായേല് പിന്നെ പലസ്തീനിയൻസിന്റെ എതിരെ എന്താണ് കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഖത്തർ പിന്നെ മൊണ്ണകളാന്ന് വിചാരിക്കാം, ഇസ്ലാമിസ്റ്റുകളാന്ന് വിചാരിക്കാം. ഈ ലെഫ്റ്റുകള് ഈ തീവ്ര ഇടതുപക്ഷം ഈ ഹമാസ് കൊല്ലുന്നത് എന്താ കാണാത്തത്? നമ്മള് ഇതിനു മുന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഏതൊക്കെ രീതിയിൽ IDF ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം അവർ പിന്നോട്ട് പോകുന്നോ, റിട്രീറ്റ് ചെയ്യുന്നോ, അത്രത്തോളം അവിടെ കയറിയിട്ട് IDF-നെ പിന്തുണച്ചു, ഇസ്രായേലിനെ പിന്തുണച്ചു, അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിനെ കൊന്നൊടുക്കുന്നത് നമ്മൾ ഓരോ ദിവസം വീഡിയോകളിൽ കാണുന്നതാണ്. അതിനെപ്പറ്റി ഒന്നും ഖത്തറിനോ നമ്മുടെ ലെഫ്റ്റിനോ ഇസ്ലാമോ ലെഫ്റ്റിനോ ഒന്നും പറയാനില്ല. ഈ ഖത്തറിനോ അല്ലെങ്കിൽ അയർലൻഡിനോ അങ്ങനത്തെ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിന് ഒന്നും പറയാനില്ല. മറിച്ച് ഈ പറയുന്ന പോലെ പലസ്തീനികളെ ഹമാസ് കൊല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മുടെ ഇസ്രായേൽ കൊല്ലുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. നോ ജ്യൂസ് നോ ന്യൂസ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിന്റെ വേറൊരു തെളിവാണ് ഇപ്പൊ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഈ ഖത്തറിനും നമ്മുടെ ഈ ലെഫ്റ്റ് അയർലൻഡ് പോലത്തെ സാധനങ്ങൾക്ക് നമ്മുടെ സുഡാനിലും സിറിയയിലും നൈജീരിയയിലും ക്രിസ്ത്യാനികളെയും കോപ്റ്റിക് ക്രിസ്ത്യൻസിനെയും ബാക്കിയുള്ളവരും കൊന്നൊടുക്കുന്ന ഒന്നും വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആ ഒരു സംഭവമാണ്, ആ ഒരു അൺഹോളി അലയൻസ് ആണ് അവിടെ കാണുന്നത്. ഇനി അടുത്ത അൺഹോളി അലയൻസിന്റെ വേറെ തെളിവ്, വൈ ഈസ് എ തുർക്കിഷ് ടെറർ ലിങ്ക് ചാരിറ്റി ഓപ്പറേറ്റിംഗ് ഫ്രീലി ഇൻ ഗാസ. അതായത് തുർക്കിയിൽ നിന്നുള്ള തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മളെ ഗാസയിൽ പണിയെടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഖത്തറും തുർക്കിയും ഇറാൻ, നമ്മളിപ്പോൾ പറഞ്ഞ 3 രാജ്യങ്ങൾ, ഇസ്ലാമിസ്റ്റ് ലോബിന്റെ 3 രാജ്യങ്ങളെയും നമ്മളിപ്പോൾ കണ്ടു. ഖത്തർ, തുർക്കി, ഇറാൻ. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. ഈ വേൾഡിൽ തന്നെ ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ഈ ഖത്തർ, തുർക്കി, ഇറാൻ. ഇതിൽ ഖത്തർ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി പവർഫുൾ ആണ്, തുർക്കി എന്ന് പറയുന്നത് തിയോളജിക്കലി റെജുവിനേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ എർദോഗൻ വന്നതിന് ശേഷം ഇതിൽ ഇറാൻ എന്ന് പറയുന്നത് മിലിറ്ററിലി പവർഫുൾ ആണ്. കാലങ്ങളായിട്ടുള്ള ഒരു മിലിറ്ററി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ജനങ്ങളെ കൊന്നിട്ടാണെങ്കിൽ അവരുടെ മിലിറ്ററി നല്ലോണം പിന്നെ പവർഫുൾ ആക്കിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ എന്നിട്ട് ഈ ഹമാസിനെ പോലത്തെ സാധനങ്ങളെ പിന്തുണയ്ക്കുക, ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സാധനങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, ഈ മുസ്ലിം ബ്രദർഹുഡ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ പറയുക ഇന്റലക്ച്വൽ ബാക്കിംഗ് കൊടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള പണിയെടുക്കാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ തുർക്കിയാണ് ഇവിടെ ഈ ഒരു വാർത്തയിൽ നമ്മൾ കാണുന്നത്. ഇതാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റിന്റെ തെളിവായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. വീണ്ടും ഓരോ ആഴ്ചയും ഇതിനുള്ള വാർത്തകളും തെളിവുകളും നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി അടുത്ത വാർത്തകൾ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് ഉക്രൈനിൽ നിന്നും വരുന്നതാണ്. ഇസ്രായേലിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും വാർത്തകൾ കഴിഞ്ഞു. റഷ്യ ഉക്രൈനാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. റഷ്യ ആൻഡ് ഉക്രൈൻ ട്രേഡ് ഡെഡ്ലി സ്ട്രൈക്സ് ഓവർനൈറ്റ്. ഇവിടെയാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഈ റഷ്യ ഉക്രൈന് അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നതും എന്താണ്, അയർലൻഡിനൊന്നും പ്രശ്നമില്ലേ? ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രശ്നമില്ല, നമുക്ക് മനസ്സിലായി. എന്താണ് ഈ ലെഫ്റ്റുകൾക്ക് പ്രശ്നമില്ലാത്തത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇതും ഓരോ ദിവസവും നമുക്ക് കാണാൻ പറ്റുന്ന വാർത്തയാണ്.
ഈ യുക്രൈനിൽ കയറിയിട്ട് റഷ്യ ആക്രമിക്കുന്നതും ഉക്രൈൻ എന്നിട്ട് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തിരിച്ചും ആക്രമിക്കുന്നതും കാണുന്നത്. അപ്പൊ ഉക്രൈനിൽ കയറിയിട്ട് ആക്രമിക്കുന്നു, ഉക്രൈനെ നശിപ്പിക്കാൻ നോക്കുന്നതൊന്നും പ്രശ്നമില്ലേ എന്നുള്ള, ഇസ്ലാമിന് പ്രശ്നമില്ലേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. പ്രശ്നമില്ല, കാരണം റഷ്യ ലെഫ്റ്റിന്റെ ആക്സിസിന്റെ ഭാഗമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്തത്, റഷ്യൻ സ്ട്രൈക്സ് kill 3 in Kyiv while diplomatic efforts to end Ukraine war gather peace. അപ്പോൾ ഒരു ഭാഗത്തു കൂടി നമ്മളെ ട്രംപ് അണ്ണൻ റഷ്യനെ യുക്രൈനെ വിളിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം, എല്ലാ യുദ്ധങ്ങളും നിർത്തുന്ന ആളാണല്ലോ. പീസ് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ യുദ്ധം നിർത്തുന്നതിൽ നല്ല എഫേർട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ ഒരു ഭാഗത്തു കൂടി റഷ്യനെ യുക്രൈനെ വിളിച്ചുകൊണ്ട് അവിടെ ഈ പറഞ്ഞതുപോലെ മീറ്റിംഗ്സ്, അഗ്രിമെന്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുഭാഗത്ത് റഷ്യ ഉക്രൈന് തമ്മിലുള്ള യുദ്ധം, റഷ്യ അങ്ങോട്ട് കയറിയിട്ട് വീണ്ടും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ ക്രെംലിൻ സേസ് റഷ്യ ഗ്രേറ്റ്ഫുൾ ടു ടർക്കിയെ Kremlin says Russia grateful to Turkey for efforts to help resolve Ukraine war. ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്, നമ്മളെ റഷ്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അമേരിക്കയാണ് ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ വാർത്തകൾ കാണുന്നത്. പക്ഷെ തുർക്കിനെ പറ്റിയാണ് നമ്മളെ പുട്ടിനണ്ണൻ പിന്നെ സ്വന്തം സുഹൃത്താന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അടുത്ത ഇസ്ലാമലറ്റിന്റെ വേറൊരു തെളിവായിട്ട് നമ്മൾ കാണുന്നത്. ക്രെംലിൻ റഷ്യ ഈ ഇസ്ലാമിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നതിന്റെ അർത്ഥവും അതിന്റെ പിന്നിലുള്ള കാര്യവും അതിന്റെ ലോജിക്കൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ ഇവിടെ ചിലവര് പിന്നെ റഷ്യനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഞങ്ങൾ ഉക്രൈനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ വേറെ ആരും അറ്റാക്ക് ചെയ്യുന്നില്ല. ഉക്രൈനെ അറ്റാക്ക് ചെയ്യാൻ കാരണം അവിടെ നാറ്റോ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങി, ഞങ്ങൾ വേറെ ആരും റഷ്യ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. യൂറോപ്പിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്വീഡനിലും ഫിൻലൻഡിലും ഡെൻമാർക്കിലും നോർവേയിലും ഒക്കെ പിന്നെ റഷ്യന്റെ ഡ്രോൺസിന്റെ സൈറ്റിങ്സും റഷ്യന്റെ ഡ്രോൺസ് ഇൻകർഷൻസ്, സ്പേസ് ഇൻകർഷൻ നടത്തിയായിട്ടുള്ള തെളിവുകളും വാർത്തകളും പുറത്തു വന്നിട്ടുള്ളതാണ്. ലാറ്റ്വിയയും ലിത്വേനിയും എസ്തോണിയയും തമ്മിലുള്ള 3 രാജ്യങ്ങൾ പണ്ട് 1992 സ്വാതന്ത്ര്യം നേടുകയാണ് USSR നിന്നിട്ട്. ആ രാജ്യങ്ങളുടെ ഉള്ളിൽ സ്പൈസിനെ കടത്തിക്കൊണ്ടും ഡ്രോൺസ് വെച്ചിട്ടും ആക്രമണം നടത്താനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രോൺസിനെ കടത്തുന്നു, സ്പൈനെ കടത്തുന്നൊക്കെ കാണുന്നുണ്ട്, ബോംബ് ഇടുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലാറ്റ്വിയയും ലിത്വേനിയും എസ്തോണിയും അവർ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായിട്ട് അവർ ചെയ്തത് നാറ്റോയിൽ അംഗങ്ങളാവുക എന്നുള്ളതാണ്. കാരണം റഷ്യന്റെ സ്വഭാവം അസലായിട്ട് അവർക്ക് അറിയാം, കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആദ്യം പോയി ചേർന്നത് നാറ്റോയിലാണ്. നാറ്റോയിൽ ചേർന്നത് കൊണ്ട് തന്നെ ഉക്രൈനിൽ ബോംബ് ഇടുന്നത് പോലെ ഈ 3 ബോൾട്ടിക് കൺട്രീസിൽ പോയിട്ടോ അല്ലെങ്കിൽ പോളണ്ടിലോ ഹംഗറിയിലോ സെക്കിയയിലോ സ്ലോവാക്യയിലോ പോയിട്ട് ബോംബ് ഇടാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി റഷ്യ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്പൈകളെ കയറ്റി വിടുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പൈകളെ കയറ്റി വിടുക, അതേമാതിരി ഈ പറഞ്ഞ പോലെ ഡ്രോൺസിനെ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ ഇൻകർഷൻസ് നടത്തുക, അവിടുത്തെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന പരിപാടികൾ, ഒരു ബെല്ലിജറൻസ് കാണിക്കുക എന്നുള്ള പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യ എന്താ പറയാ, റോഗ് നേഷൻ ആണ്. റഷ്യ ഉക്രൈനെ നാറ്റോ അവിടെ കയറിയിട്ട് കളിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി നമ്മൾ തെളിവുകൾ വെക്കാം. റഷ്യ ഒരു ടെറർ സ്റ്റേറ്റ് ആണ്. അത് നമ്മൾ പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതുകൊണ്ടൊക്കെ തന്നെ യൂറോപ്പ് ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2030 കൂടി ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓൾറെഡി അതിന് മുന്നേ തന്നെ യുദ്ധം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ് ക്രിയേറ്റ്സ് വോളണ്ടറി മിലിറ്ററി സർവീസ് ആസ് യൂറോപ്പ് ഫേസസ് റഷ്യൻ ത്രെറ്റ്. ഫ്രാൻസിൽ ഇപ്പൊ അടുത്ത് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. അതായത് മിലിറ്ററി സർവീസ് കുറച്ച് നിർബന്ധമാക്കുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് അറിയാം, പല രാജ്യങ്ങളിലും മിലിറ്ററി സർവീസ് 2 വർഷത്തോളം മാൻഡറ്ററി ആണ്. ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും ശരി, ഇറാനിലും ഒക്കെ മാൻഡറ്ററി മിലിറ്ററി സർവീസ് ആണ്. നമ്മൾ ഇന്ത്യയിൽ അതില്ല. കാരണം ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പട്ടാളക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാൻഡറ്ററി മിലിറ്ററി സർവീസ് വരുന്നില്ല. പക്ഷെ സൗത്ത് കൊറിയ, ഇസ്രായേൽ, ഇങ്ങനത്തെ കുറെ രാജ്യങ്ങളിൽ മാൻഡറ്ററി മിലിറ്ററി സർവീസ് ഉണ്ട്. 2 years മിലിറ്ററി സർവീസ് ആണ്. റഷ്യയിൽ അത് അല്ല, ഫ്രാൻസിൽ ചരിത്രത്തിൽ ഇപ്പോൾ അത് വീണ്ടും തുടങ്ങാൻ പോവാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1 വർഷം 10 മാസത്തെ മിലിറ്ററി സർവീസ് ആണ് ഇപ്പോഴത്തെ പിന്നെ
എഗ്രിമെന്റിൽ വെച്ചിട്ടുള്ളത്, പാർലമെന്റിൽ ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒപ്പിട്ടിട്ടില്ല, റാറ്റിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ റാറ്റിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിൽ. അപ്പൊ ഇതാണ് റഷ്യന്റെ പരിപാടികൾ, ഉക്രൈന്റെ പരിപാടി നമ്മൾ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും റഷ്യ നാറ്റോനെ ആക്രമിച്ചത്, ഉക്രൈനെ ആക്രമിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതിന്റെയൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഉക്രൈൻ ചെയ്തൊരു അബദ്ധമാണ്. ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ഉക്രൈന് നാറ്റോയിൽ ചേരേണ്ടതായിരുന്നു. എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ ചൈനയും വേറെ പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ US to ban Russian Chinese software and hardware in vehicles. The Department of Commerce cited national security reasons. അപ്പോൾ ഇതൊരു വേറൊരു വാർത്തയാണ്. അതായത് നമ്മളെ യൂറോപ്പിലും നമ്മൾ ഇന്ത്യയിൽ ഓൾറെഡി ഇന്ത്യൻ വെഹിക്കിൾസ് ഇല്ല, പക്ഷെ നമ്മുടെ യൂറോപ്പിലും US-ലൊക്കെ ഓൾറെഡി ചൈനീസ് വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ പല റഷ്യൻ സോഫ്റ്റ്വെയർസും പരിപാടികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവർ സ്പൈ വർക്കിന് വേണ്ടി സ്പൈ സോഫ്റ്റ്വെയർസ് ചൈനയും റഷ്യയും അവരുടെ സോഫ്റ്റ്വെയർസിലും അവരുടെ വെഹിക്കിൾസിലും അവരുടെ പല ഇലക്ട്രോണിക് സാധനങ്ങളിലും അവർ യൂസർ അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് യൂസർ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അറിയിപ്പ് US-ൽ നിന്നിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ UK-ലും US-ലും റഷ്യനും ചൈനീസിന്റെയും വെഹിക്കിൾസും അവർ തരുന്ന സോഫ്റ്റ്വെയർസും പ്രത്യേകിച്ച് ഡിഫൻസ് പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് റഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ റഷ്യ ആയിട്ടാണ് ഇന്ത്യ കൂട്ടുകൂടുന്നത് എന്നുള്ളതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിലൊരു വേറൊരു കാര്യമുണ്ട്, നമ്മൾ പറയേണ്ട ഒരു കാര്യം. അതായത് പുടിൻ ടു ഡിസ്കസ് പ്രിവിലേജ്ഡ് പാർട്ണർഷിപ്പ് വിത്ത് മോദി ഓൺ ഇന്ത്യ വിസിറ്റ് നെക്സ്റ്റ് വീക്ക്. ഇതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. ഓക്കെ, പുടിൻ ടു ഡിസ്കസ്, വീണ്ടും ഡയലോഗ് ബോക്സ്. അപ്പൊ ഇതാണ് വാർത്ത. ഇതാണ് പുടിൻ ടു ഡിസ്കസ് പ്രിവിലേജ്ഡ് പാർട്ണർഷിപ്പ് വിത്ത് മോദി ഓൺ ഇന്ത്യ വിസിറ്റ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള വലതുപക്ഷം റഷ്യനെ പിന്തുണയ്ക്കുന്നത് ഈ പറഞ്ഞതുപോലെ BJP പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന ഒരു ടെറർ സ്റ്റേറ്റ് നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ വി ഷുഡ് ബി വെരി ആൻഡ് കോഷ്യസ് ഓഫ് സച്ച് എ ഫ്രണ്ട് എന്നുള്ളതാണ്. റഷ്യ ആയിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് മൊത്തത്തിൽ കളയണമെന്നോ നശിപ്പിച്ച് കളയണമെന്നോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ആളായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ ഇതൊരു ടെറർ സ്റ്റേറ്റ് ആണ്. റഷ്യ യൂറോപ്പിലും US-ലും കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ പല അറിയിപ്പുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ആയിട്ട് നമുക്ക് ഇത് വേറൊരു വാർത്തയും കൂടിയുണ്ട്. റഷ്യ ഇന്ത്യക്കാരെ അല്യൂർ ചെയ്തിട്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് റഷ്യയിലോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ വഞ്ചിച്ചുകൊണ്ട് റഷ്യയിലോട്ട് കൊണ്ടുപോയിട്ട് ഇന്ത്യക്കാരെ അവിടെ പട്ടാളത്തിൽ നിർബന്ധിച്ച് ചേർക്കുന്ന ഒരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ്. ഇങ്ങനത്തെ പല അൺഎത്തിക്കൽ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ റഷ്യ ഒരു ഭാഗത്ത് കൂടി അവരുടെ ബോംബുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നു, ബെലിജറൻസ് കാണിക്കുന്നു, രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കുന്നു. മറുഭാഗത്ത് അവിടുത്തെ ജനങ്ങൾ പട്ടിണിയുടെ പരിവേഷത്തിലാണ്, സ്വന്തമായിട്ട് വീടുകൾ ടോയ്ലറ്റും കൂടി ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള കോൺസ്റ്റാന്റിൻ കിസിൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രിയുടെ ഒരു ചാനലിന്റെ മെയിൻ വക്താവ് പറയുന്നത്. പുള്ളിക്കാരൻ റഷ്യനാണ്, റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ വാർത്തകളാണ് റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്തു കൂടി അങ്ങനെ നടക്കുന്നു, മറുഭാഗത്തു കൂടി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നിട്ട് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ പടിപടിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ കാരണമാണ് എന്നുള്ളതാണ്. പക്ഷെ വേറൊരു റിപ്പോർട്ട് പറയുന്നത് ഈ റഷ്യ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എന്നാണല്ലോ പറയുന്നത്, അങ്ങനത്തെ ഒരാളെടുത്തുനിന്ന് അയാൾ നമ്പാൻ കൊള്ളാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ തന്നെ പടിപടിയായിട്ട് ആ ഒരു എഗ്രിമെന്റ് അവരായിട്ടുള്ള ഓയിൽ ട്രൂസ്, അവരുടെ ഓയിൽ എഗ്രിമെന്റ് അത് പടിപടിയായിട്ട് ഇന്ത്യ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഒരു ഭാഗത്തു കൂടി വരുന്ന അറിയിപ്പ് കേൾക്കുന്നത്. അപ്പോൾ റഷ്യനെ പിന്തുണക്കുന്നവർ ഇതും കൂടി കണക്കിൽ വെച്ചാൽ നന്നാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് റഷ്യ ഉക്രൈൻ എന്നുള്ള വാർത്ത. ഇനി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും
ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.